വെൽക്കം ബാക്ക് ഇൻ ആർ ക്യൂട്ടോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അറിയാലോ, നമ്മളെ ഐഫോൺ 17 പ്രോ മാക്സ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന സാധനം അങ്ങനെ ലോഞ്ചായിട്ട് ഒഫീഷ്യലി അവർ അറിയിച്ചിട്ടുണ്ട് സാധനം ഇറങ്ങുകയാണെന്നുള്ളത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 18-ാം തീയതി 19-ാം തീയതി സെപ്റ്റംബർ കണ്ടു കഴിഞ്ഞാൽ സാധനം എല്ലാവരുടെ കയ്യിൽ ഇറങ്ങും. അന്ന് ഓട്ടാവും, നെട്ടോട്ടം എന്നറിയില്ല, അതേപോലെ ആവും. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഫോൺ ഇപ്പോൾ ഇറങ്ങി എന്താണ് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടീഷൻ, അതിൻ്റെ പ്രൈസ്, അതേപോലെ സ്പെക്ക്. വേറെ ഏറ്റവും വലിയൊരു കാര്യമുണ്ട് മക്കളെ, നമ്മളെല്ലാവരും നമ്മൾക്ക് യു എയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കച്ചവടത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഫോൺ എടുക്കണം, നമുക്ക് കൺട്രി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഏത് കൺട്രി നമുക്ക് എടുക്കണം എന്നുള്ളത്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ യു എത്തെ ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് TR എടുത്തോളി എന്ന് പറഞ്ഞാൽ. TR എന്ന് പറഞ്ഞാൽ ദുബായ് അതോറിറ്റി ആയിട്ടുള്ള യു എൻ്റെ സാധനം നിങ്ങൾ എടുത്തോളി എന്നാണ് പ്രിഫർ ചെയ്യൽ. അതായത് പുതിയ സാധനം എടുക്കുമ്പോൾ ഇപ്പോൾ TR സ്പെക്കിൽ നമുക്ക് വാറൻറ്റിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലെയിം ചെയ്യാനൊക്കെ പെട്ടെന്ന് എളുപ്പമാണെന്നുള്ളതാണ്. എന്നാലും ജപ്പാൻ സ്പെക്കിൽ വാറൻറ്റി ഉണ്ട്, കാനഡ സ്പെക്കിൽ വാറൻറ്റി ഉണ്ട്, UK വാറൻറ്റി ഉണ്ട്, USA ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ USA ഇതിലൊരു വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമായിരുന്നു. അതെന്താ കാരണം എന്ന് പറയുന്നത്, സിം സ്ലോട്ട് ഇല്ല, അത് ഈ സിം മാത്രം നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആയിരുന്നു USA സ്പെക്ക്. അങ്ങനെ അവസാനം അവർക്ക് കമ്പനിക്കാരനായിട്ട് വന്നിട്ടുണ്ട് ആൾക്കാർ, TR സ്പെക്കിൽ സിം ഇടാൻ പറ്റില്ല. എന്താ കഥ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ TR സ്പെക്ക് ഇനി ഐഫോൺ 17 മുതൽ ഇനി ഈ സിം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡിവൈസാണ് മാർക്കറ്റിൽ ഇറങ്ങാൻ പോണത്. അതാണ് ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത്. നിങ്ങളിതിൽ കാണുന്ന പോലെ തന്നെ 17 പ്രോ മാക്സ് ഇതൊക്കെ. അപ്പോൾ ഇനി മുതലുള്ള കാലം മാറി, ജനറേഷൻ മാറി. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സിം ഇടാൻ പറ്റുന്ന ഡിവൈസുകൾ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു ട്രാവൽ ചെയ്യുന്ന വ്യക്തികളാണ്, നമ്മളൊക്കെ നാട്ടിൽ പോകുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, നാട്ടിൽ പോകുന്ന പല കൺട്രീസിലേക്ക് വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ സിം ബെസ്റ്റ് ചോയ്സാണ്. എനിക്ക് ഇപ്പോൾ പേഴ്സണലി എൻ്റെ ഫോണിലൊക്കെ ഞാൻ ഈ സിം ഇതാക്കിയിട്ടുണ്ട്, ഫിസിക്കലി സിം ഉണ്ട്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഈ സിം ഏറ്റവും കൂടുതൽ വിപണിയിൽ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഇത് മുൻകൂട്ടിയിട്ട് ഫ്യൂച്ചർ കണ്ടിട്ട് ഇറക്കാനുള്ള ഒരു കാരണം അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഐഫോൺ 17 പ്രോ മാക്സ് മുതൽ ഈ സിം ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിം ഇടാൻ പറ്റുന്ന ഡിവൈസുകൾ ചൈനീസ്, ഹോങ്കോങ് എന്നുള്ള സ്പെക്കുകളും. ചൈനയിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ആപ്പിൾ ഐഫോണിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അസംബിൾഡ് ഇൻ ചൈനയിലാണ് അസംബിൾഡ്. ചൈനയിൽ നിന്ന് ഇപ്പം ചൈന സ്പെക്കുകളെ സംബന്ധിച്ചിടത്തോളം സിം നമുക്ക് ഡബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. HK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ് സിം നമുക്ക് ഡബിൾ സിം ഫിസിക്കലി യൂസ് ചെയ്യാൻ പറ്റും. ഇത് അതേപോലെ തന്നെ ചൈനയും. അപ്പോൾ ഇനിയുള്ള ഡിവൈസുകൾ ആ 17 മുതൽ അതാണ് ഇനി വിപണിയിൽ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മളാരും ടെൻഷൻ അടിക്കേണ്ട, അത് എടുത്തിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇവിടെ ഐഫോൺ 15 പ്രോ ആക്ടിവേറ്റഡ് ഡിവൈസ് വരുന്നുണ്ട്. ഇത് ചൈന സ്പെക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഡബിൾ സിം യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ പറഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ സിമ്മിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 9 സിം വരെ ആഡ് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈമിൽ 2 സിം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അത് ഒരു കാര്യമാണ്. എല്ലാവരും ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ എടുക്കൽ, മാർക്കറ്റ് സ്റ്റേ വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ യൂസ്ഡ് ഫോണിൻ്റെ കാറ്റഗറിയിലോട്ട് വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെ കച്ചവടം എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോൺസ് ഉണ്ട്, ബ്രാൻഡ് ന്യൂ ഉണ്ട്. എന്നാലും ഞാൻ ഇങ്ങോട്ട് പറയുന്നത്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പ്രൈസ് ഡ്രോപ്പ് സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ 15 പ്രോ സീരീസൊക്കെ പുതിയതിൽ മെല്ലെ ഡ്രോപ്പ് സംഭവിക്കും. പക്ഷേ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഷോർട്ട് ആവുന്ന സമയത്ത് ഇപ്പം 16 പ്രോക്ക് നിലവിൽ വില കൂടുതലാണ്. 4400 അതേപോലെ 380 ആ റേഞ്ചിൽ വില മാറിക്കളിക്കുന്നുണ്ട്. അതും TDR UAൻ്റെ സ്പെക്കിന്. അപ്പോൾ അത് സാധനം ഷോർട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക് പ്രൈസ് മാറും. പിന്നെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോൺ എടുക്കുന്ന ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോണിൻ്റെ കാര്യം ഞാൻ സംസാരിക്കാം. അതായത് കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലാണ് ഐഫോൺ 12 പ്രോ, 13 പ്രോ മാക്സ് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ, അതേപോലെ 14 പ്രോ. ഇന്ന് മാർക്കറ്റിൽ നിങ്ങൾ ഇവിടെ നിന്നല്ല എവിടെ വേണമെങ്കിലും 14 പ്രോ ആയാലും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ തപ്പുകയാണെങ്കിൽ റേറ്റ് അതിനുണ്ടാവും. ഞാനിപ്പോഴും പറയുന്നത് റേറ്റ് കുറവിൻ്റെതല്ല കേട്ടോ, ഏറ്റവും ടോപ്പസ്റ്റ് ഗ്രേഡിൽ നിങ്ങൾ തപ്പുകയാണെങ്കിൽ റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. ഇത് നമ്മളെ കയ്യിൽ വന്ന ഒരു ഫോണാണ് 14 പ്രോ, ജസ്റ്റ് ആക്ടിവേറ്റഡ് ഡിവൈസ്, 100 ബാറ്ററിയിൽ. ഇതാ ക്വാളിറ്റി നോക്കിക്കോ. ഇതിനൊക്കെ ഞങ്ങൾ നാട്ടിലും ഇവിടെയൊക്കെ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് പൊക്കണമെന്നുണ്ടെങ്കിൽ കിട്ടാൻ ടൈം എടുക്കും. അപ്പോൾ പ്രൈസ് ഡ്രോപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 17 ഇറങ്ങി ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഒരു 50 ദിറംസ് 100 ദിറംസ് ഇങ്ങനെ ഡിഫറൻറ്റ് വരും. ഞാനങ്ങനെ പറയാൻ കാരണം ഐഫോൺ 30 പ്രോ ഇന്നും കൊടുക്കുന്ന വില 1700 ആണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് 1450 സാധനം ചോദിച്ചു നിങ്ങൾ വരരുത്. ആ സാധനമല്ല, അത് വേണമെങ്കിൽ കിട്ടും, നിങ്ങൾ എടുത്തോളി. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ഗ്രേഡിന് 1700 ദിറംസ് ഉണ്ട്.
നിലവിൽ 2025 നമ്മൾ നിൽക്കുന്നത് നിലവിൽ. അതിന് ഞങ്ങൾ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസർ ഫോണാണ്, കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഞങ്ങളിവിടെ ഉണ്ട്, നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മളെല്ലാ കസ്റ്റമേഴ്സും ചെയ്ത് കൊടുക്കൽ. അപ്പോൾ യൂസർ ഫോണിൻ്റെ പ്രൈസ് കുറയോ എന്ന് കാത്തിരിക്കുമ്പോൾ 17 Pro Max 2-3 മാസം കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിൽ മാറ്റം വരാൻ അപ്പോഴാണ് മാറ്റം വരൽ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്യും. പിന്നെ പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സ്പെഷ്യൽ കളറായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങോട്ട് പറയുന്നത് ഒരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് 17 Pro Max. പിന്നെ അതേപോലെ തന്നെ ഡിസൈനിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷറി ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഐഫോൺ സ്വന്തമാക്കും. പക്ഷേ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇപ്പോൾ 60 Pro Max ഒക്കെ ഉപയോഗിക്കും. ആടെ 30 Pro Max അല്ലേ 50 Pro Max അല്ലേ ഒരേപോലെ തന്നെയാണ് എല്ലാ ഫോണും. പക്ഷേ അതിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് പ്രൗഡ് കാണിക്കാൻ. നിങ്ങൾ 70 Pro Max എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോന്ന് വിളിച്ചു കഴിഞ്ഞാലും സാധനത്തിൻ്റെ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് നമുക്കിഷ്ടമായി. കാരണം ബാക്കിയൊക്കെ ഇതാണെങ്കിലും അത് നമുക്കിഷ്ടമായി. പിന്നെ ബാക്കിയുള്ള റിവ്യൂ എന്ന് പറഞ്ഞാൽ ക്യാമറ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഫോൺസുകൾ നല്ല ക്വാളിറ്റിയുള്ള ടൈമിൽ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളും. 30 Pro ഉണ്ട്, അതേപോലെ തന്നെ 14 Pro ഉണ്ട്, 30 Pro Max ഉണ്ട്, 15 Pro ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഡബിൾ സിം ഇടാൻ പറ്റിയ ഡിവൈസുകളുണ്ട്. ഏതാ മുതൽ എൻ്റെ പിന്നെ നല്ല കിടിലം പോലത്തെ സ്റ്റോക്കുകളുണ്ട്. അതേപോലെ തന്നെ 12 ഉണ്ട്. പിന്നെ എല്ലാ സ്റ്റോക്കുകളും നിലവിലുണ്ട്. നമ്മൾ ഇവിടെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല 17 അല്ല ഇനി 18 Pro Max ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മളെ കച്ചവടത്തിലൊരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ എടുക്കേണ്ടവർ എടുക്കും ചെയ്യും. അപ്പോൾ നല്ല പ്രൈസിന് സാധനം വേണോ വിത്ത് വാറൻറ്റി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് ഇഷ്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വാറൻറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതെങ്കിൽ 100% ആയി ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രോണിക്സ് ആണ് ഏറ്റവും നല്ല ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരും. അത് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർവീസിന് ഇവിടെ തന്നെ നമ്മൾ സർവീസ് സെൻ്ററുണ്ട്. ദുബായിലുണ്ട്, UAE മറ്റേ ഇന്ത്യയിലുണ്ട്, അതേപോലെ അബുദാബിയിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താണോ അതിൻ്റെ കംപ്ലയിൻ്റ് ആയി ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു തരും വാറൻറ്റിക്കുള്ളിൽ. അതിന് ശേഷമാണെങ്കിൽ കോസ്റ്റ് മാത്രം എടുത്തിട്ടൊക്കെ ചെയ്തു തരും. കുറേ സപ്പോർട്ടിങ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, മാക്സിമം നമ്മളെ സപ്പോർട്ടിങ് ആയിട്ട്. അപ്പോൾ കോസ്റ്റ് എടുക്കേണ്ട കാര്യങ്ങൾ ആണെങ്കിൽ കോസ്റ്റ് ഉണ്ട് ബ്രോ, ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളവർ. പിന്നെ ഡിസ്പ്ലേൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 13 Pro സീരീസ് 14 Pro സീരീസ് അപ്ഡേഷനിൽ ഡിസ്പ്ലേ പോകുന്നുണ്ട് ഗൈസ്. കാരണം അത് നമ്മൾ ആരും കുറ്റമല്ല. അപ്പോൾ അപ്ഡേഷനിൽ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാലും അതിന് ഇപ്പോൾ നമ്മൾ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും അപ്ഡേഷനിൽ പോയി കഴിഞ്ഞാൽ വാറൻറ്റി, ആപ്പിൾ പോലും വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിന് എന്തായാലും ആ അപ്ഡേഷനിൽ വന്ന കംപ്ലയിൻസും ഇവിടെ നമ്മൾ സോൾവ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും യൂസർ ഫോണൊക്കെ എടുക്കുന്നവർ ഞങ്ങൾ നമ്പർ ഇവിടെ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ ദുബായ് അൾട്രാഫാസ്റ്റ് സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇനി 17 Pro Max പ്രീ ബുക്കിങ്ങിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചോളി, ബുക്ക് ചെയ്തോളി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.